കേരളത്തിന്റെ, അതായത് എഴുതി വെച്ചിരിക്കുന്ന ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഒക്കെ എഴുതി കൃത്യമായിട്ട് ആ പറയപ്പെട്ട ഡോക്യുമെന്റ്സ് ഒക്കെ വളരെ ക്ലിയർ ആണ്. വളരെ എളുപ്പം വ്യവസായം, അതായത് 3 വർഷം കഴിഞ്ഞ് രജിസ്ട്രേഷൻ ശ്രമിച്ചാൽ മതി, ആർക്കും വന്ന് വ്യവസായം തുടങ്ങാം എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഗവൺമെന്റ്. അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, ഇങ്ങനെ പറഞ്ഞ ഇതേ ഗവൺമെന്റ് മന്ത്രി രാജീവ് തന്നെ 2022 പറഞ്ഞിരുന്നു, ഓണം ആകുന്നതിന് മുൻപ്, ഓണത്തിന്റെ തൊട്ട് മുൻപായിട്ട് ഒരു സ്റ്റാർട്ടപ്പ്, അതായത് ബയോ പാർക്ക് 2016-17 മുതലേ ഡോക്ടർ ഐസക് മുതൽ പറയുന്നതാണ്. ബയോ പാർക്കുകൾ എല്ലാ വിവിധ ജില്ലകളിൽ വിവിധങ്ങളായ ബയോ പാർക്കുകൾ വരും എന്നൊക്കെ. പക്ഷേ അതുപോലെ 2022 ബജറ്റില് മന്ത്രി രാജീവ് തന്നെ ബയോ പാർക്കുകൾ വരുമെന്നും അവിടെ റെഡി ടു ഈറ്റ്, റെഡി ടു കുക്ക് അങ്ങനെയുള്ള സാധനങ്ങൾ ലഭ്യമാക്കുമെന്നും ഒക്കെ വീമ്പിളക്കിയതാണ്. പക്ഷേ ഏതെങ്കിലും ബയോ പാർക്ക് അന്നത്തെ ഓണത്തിന് മുമ്പ് വന്നിട്ടില്ല, ഇക്കഴിഞ്ഞ ഓണത്തിന് മുമ്പ് വന്നതായിട്ട് എൻ്റെ അറിവിലില്ല. അങ്ങനെ വരികയാണെങ്കിൽ ആ കാര്യങ്ങളൊക്കെ നമുക്ക് തീർച്ചയായിട്ടും കിട്ടേണ്ടതാണ്, അറിവ് കിട്ടേണ്ടതാണ്. അപ്പോൾ അങ്ങനെയുള്ള ബയോ പാർക്കുകൾ തുടങ്ങും എന്ന് പറയുന്നതല്ലാതെ ഇതുവരെ തുടങ്ങിയിട്ടില്ല. ഇനി അതുപോലെ തന്നെ വ്യവസായത്തിൽ ഇത്ര മുന്നേറ്റം നടത്തുന്ന ഒരു ഗവൺമെന്റ് ആയിരുന്നെങ്കിൽ കൊച്ചി കോയമ്പത്തൂർ വ്യവസായ ഇടനാഴി, അതായത് കേരളത്തിന്റെ വളർച്ചയുടെ ഒരു 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 വലിയ എടുത്തുചാട്ടം ആയി മാറിയേനെ ആ കൊച്ചി കോയമ്പത്തൂർ ബാംഗ്ലൂർ വ്യവസായ ഇടനാഴി രൂപം കൊണ്ടിരുന്നെങ്കിൽ. അത് കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിച്ച പദ്ധതിയാണ്. എന്നിട്ട് ഇപ്പോഴും അയ്യോ ബഹുകോടികൾ ഞങ്ങൾ അതിന് നീക്കി വയ്ക്കുന്നു എന്ന് ഓരോ ബജറ്റിലും പറയാറുണ്ട്. അതായത് നമ്മുടെ ഡോക്ടർ ഐസക് ഒന്നാമത്തെ ബജറ്റിൽ 2016-17 ബജറ്റിൽ തന്നെ ഡിക്ലെയർ ചെയ്തതാണ് ഈ കൊച്ചി കോയമ്പത്തൂർ ബാംഗ്ലൂർ വ്യവസായ ഇടനാഴി. ഒരു വ്യവസായ ഇടനാഴി വന്നാൽ ഇവിടുത്തെ മൈക്രോ എന്റർപ്രൈസസ് ഒക്കെ രക്ഷപ്പെടും. അതായത് ആ ലോജിസ്റ്റിക് കോസ്റ്റ് ഒക്കെ കുറഞ്ഞ് വലിയ വലിയ മാറ്റങ്ങൾ വരും വ്യാവസായിക മണ്ഡലത്തിൽ. അതോടൊപ്പം നമ്മുടെ വ്യവസായങ്ങൾ വളരുകയും ചെയ്യും. അങ്ങനെയുള്ള, പക്ഷെ ഇതുവരെ ആ കൊച്ചി കോയമ്പത്തൂർ ബാംഗ്ലൂർ വ്യവസായ ഇടനാഴി എവിടെ എത്തി? അത് യൗവനത്തിലെത്തിയോ? ഇല്ല, അതിപ്പോഴും പിച്ച വെച്ച് നടക്കുന്നതേ ഉള്ളൂ. അങ്ങനെ പിച്ച വെച്ച് നടക്കുന്ന കൊച്ചി വ്യവസായ ഇടനാഴി നോക്കിക്കൊണ്ട് ഇവർക്ക് എങ്ങനെയാ പറയാൻ പറ്റുക കേരളം വ്യാവസായികമായിട്ട് വളരെ ഉയർന്നു വളർന്നു എന്നൊക്കെ? ആരെ പറഞ്ഞ് പറ്റിക്കാനാണ്? ഇങ്ങനെ പറ്റിച്ച് ഭരണത്തിൽ വരുന്നവരെ പറ്റിയാണ് രഘുറാം രാജൻ എഴുതിയിരിക്കുന്ന ഒരു ഗ്രന്ഥം ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ സുഹൃത്തുക്കളോട്, തേർഡ് പില്ലർ. എന്താണ് തേർഡ് പില്ലറിൽ പറയുന്നത്? ഭരണത്തിൽ എത്തിക്കഴിഞ്ഞാല് ഭരണകൂടവും കോർപ്പറേറ്റുകളും തമ്മിൽ കൈകോർക്കും, അവര് സാധാരണ ജനങ്ങളെ മറക്കും. തേർഡ് പില്ലർ സാധാരണ ജനങ്ങളാണ്. അവരെ അധികാരത്തിലേറ്റിയ സാധാരണ ജനങ്ങൾ, അവരെ മറക്കും. അത് തന്നെയാണ് നമ്മൾ ഇവിടെ കാണുന്നത്, കേരളത്തിൽ കാണുന്നത്. ഇവിടെ CAG പറയുന്ന ഫണ്ട് എല്ലാം വകമാറ്റി പോകുന്നു എന്ന്. കേന്ദ്ര ഗവൺമെന്റ് തരാമെന്ന് പറയുന്ന ഫണ്ട് പോലും സമയത്ത് തരുന്നില്ല. എന്തുകൊണ്ടാണ്? ആദ്യം കൊടുത്ത ഗഡു നന്നായി കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്ത് യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് ഓഡിറ്റ്, ഇന്റേണൽ ഓഡിറ്റേഴ്സ് ഓഡിറ്റ് ചെയ്ത് അങ്ങോട്ട് എത്തിക്കണം. അതേ ഓഡിറ്റഡ് റിപ്പോർട്ടിനെ തന്നെ CAG വീണ്ടും ഓഡിറ്റ് ചെയ്ത് പഴുതുകളില്ല, ശരിയാണ് എന്ന് അടിവരയിട്ട് കേന്ദ്രത്തിലേക്ക് എത്തിക്കണം. അങ്ങനെ എത്തിച്ചാലേ കേന്ദ്രം അടുത്ത ഗഡു കൊടുക്കൂ. എന്നിട്ട് കേന്ദ്രം തരുന്നില്ല എന്ന് കേന്ദ്രത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇരിക്കുകയാണ് സംസ്ഥാന ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മാത്രമേ, അതായത് ഇത് പൊതുജനം പൊതുവെ പറയണം. ഒരാളോ ഒന്നും പറഞ്ഞാൽ പോരാ. ഗവൺമെന്റിന് അത് ഉള്ളിൽ കൊള്ളണമെങ്കിൽ അടുത്ത പ്രാവശ്യം ഞങ്ങൾക്ക് ഭരണം സംശയമാണ് എന്നൊരു ഭീതി വരണം. ആ ഭീതി വരണമെങ്കിൽ ഇത്തരം കാര്യങ്ങൾ എല്ലാവരും അറിയുകയും പങ്കിടുകയും ചെയ്യണം. ആ അറിവ് അതാണ് അത്യാവശ്യമായിട്ട്, അതാണ് കേരളത്തിൽ ഇല്ലാത്തത്. കാരണം മുഖം മിനുക്കൽ പരിപാടി ഗവൺമെന്റിന് ഇഷ്ടം പോലെ, ബഹുകോടികളാണ് മുഖം മിനുക്കലിന് വേണ്ടി, PR വർക്കിന് വേണ്ടി മാറ്റിവെച്ച് ചെലവഴിക്കുന്നത്. പലപ്പോഴും വകമാറ്റൽ നടത്തുന്നതും ഇത്തരം അനാവശ്യ ചെലവുകൾക്ക് വേണ്ടിയാണ്. ജനങ്ങളുടെ അടുത്ത് മുഖം മിനുക്കൽ കൊണ്ടല്ല ഭരണത്തിൽ വരേണ്ടത്. യഥാർത്ഥത്തിൽ ക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്ത് അതിന്റെ വിജയം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത് ആരും പറഞ്ഞു കൊടുക്കണ്ട, ഓരോരുത്തരും അനുഭവസ്ഥരാകും. ആ അനുഭവത്തിൽ നിന്നാണ് നല്ല ഗവൺമെന്റിന് വോട്ട് വീണ്ടും വീണ്ടും കൊടുക്കണമെന്ന് ജനത ആഗ്രഹിക്കുന്നത്. അതിനു പകരം മുഖം മിനുക്കലുകൾ നടത്തി ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു എന്ന് ഊതി വീർപ്പിച്ച് കാണിച്ച് ജനങ്ങളുടെ ഉള്ളിൽ കടന്നു പറ്റി അവരെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കുക. അതുപോലെ പിന്നെയും ഉണ്ട്, എന്തെല്ലാം മാർഗങ്ങളുണ്ട് ഭരണത്തിൽ വരാനായിട്ട്. അത്തരം തെറ്റായ മാർഗങ്ങളൊക്കെ സ്വീകരിച്ചും ഭരണത്തിൽ വരാം.
ആർക്കും കഴിയും. അപ്പൊ ഇവിടെയൊക്കെ നമുക്ക് വരുന്ന ഒരു വലിയ സംശയം, എവിടെയാണ് നമ്മുടെ ഈ അതായത് ഈ ഗവൺമെന്റ് കുറ്റം പറയില്ല, കള്ളം പറയില്ല എന്നൊക്കെ അതിനിടയ്ക്ക് പറയണേ. കള്ളം പറയില്ലാത്ത ഗവൺമെന്റാണ്. ഈ കോവിഡ് കാലത്ത് എന്താ സംഭവിച്ചത്? ഇവിടെ 25,000-ലധികം പേര് മരിച്ചിരുന്ന ആ ഫസ്റ്റ് സ്റ്റേജിലാണ് പറഞ്ഞുകൊണ്ട് നടന്നത് ഇവിടുത്തെ ഗവൺമെന്റ് ആർക്കും സർട്ടിഫിക്കറ്റ് കൊടുക്കില്ല കോവിഡ് വഴി മരിച്ചാല്. കാരണം ഇത് പുറത്തറിയില്ല സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ. അത് കാരണം കോവിഡ് വഴിയൊന്നും അല്ല മരിച്ച എന്നുള്ള മട്ടിലെടുക്കും. അങ്ങനെ 7,000 പേര് മരിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞിടത്താണ് 25,000 പേര് മരിച്ചിട്ടുണ്ടെന്ന് WHO പറയേണ്ടി വന്നത്. അവസാനം നമ്മളവർക്ക് WHO പറഞ്ഞതായിരുന്നു ശരി. കാരണം പിന്നെയും, അതായത് ഇത് ഫസ്റ്റ് സ്റ്റേജ് എന്നാ ഞാൻ പറഞ്ഞത്, സെക്കൻഡ് സ്റ്റേജും തേർഡ് സ്റ്റേജും ഒക്കെ കഴിഞ്ഞ് അവസാനം ഈ എന്താ പറയുക, ഈ റിലീഫ് ഫണ്ട് കോടതി ഉത്തരവിന്റെ പേരിൽ കോവിഡ് മുഖാന്തരം മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് റിലീഫ് ഫണ്ട്, സമാശ്വാസ സഹായം നൽകാൻ വേണ്ടി 73,000-ലധികം പേർക്കാണ് സമാശ്വാസം കൊടുക്കേണ്ടി വന്നത്. അപ്പൊ കേരളം പറഞ്ഞുകൊണ്ടിരുന്നത് ശുദ്ധ കള്ളമാണ് എന്നുള്ളതിന് അത് തന്നെ തെളിവല്ലേ? 7,000-ൽ താഴെ 7,000-ൽ താഴെ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെയാണ് പലപ്പോഴും സംസ്ഥാന ഗവൺമെന്റ് മുഖമിനുക്കൽ, LDF വീണ്ടും ഭരണത്തിൽ വരിക, ഞങ്ങൾ വന്നാൽ മാത്രമേ ലോകം നന്മയിലേക്ക് പോകൂ എന്ന ഒരു ചിന്തയോടെയാണ് ഈ നോക്കുകൂലിയൊക്കെ ചോദിക്കുന്ന കാര്യം. മാർക്സ് പറഞ്ഞിരിക്കുന്നത് ടെക്നോളജി, സാങ്കേതിക വിദ്യ വളരുമ്പോൾ നിങ്ങൾ പഠിച്ച സാങ്കേതിക വിദ്യ ഔട്ട്ഡേറ്റഡ് ആകും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നോക്കുകൂലി ചോദിക്കണം എന്നല്ല മാർക്സ് പറഞ്ഞിരിക്കുന്നത്. മാർക്സ് എന്റെ പുറകിലിരിക്കുന്നു മാർക്സിന്റെ ദാസ് ക്യാപിറ്റലിന്റെ 3 വാല്യൂംസും. മാർക്സ് എന്താ പറഞ്ഞിരിക്കുന്നത്? റീസ്കിൽ യുവർ സെൽഫ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പുതിയ സ്കിൽ പഠിച്ചെടുക്കുക. അങ്ങനെ അപ്ഡേറ്റഡ് ആയിക്കൊണ്ട് നിങ്ങൾ ജോലിയിൽ എത്തിപ്പെടുക എന്നാ പറഞ്ഞിരിക്കുന്നത്. അതല്ലാതെ മൂലധനം, അന്ന് മൂലധനം തൊഴിലാളികളുടെ ശത്രുവായിരുന്നു. പക്ഷെ ലോകത്തൊരിക്കലും മൂലധനമില്ലാതെ വികസനം സാധ്യമല്ല. ആ മൂലധനം ചെലവാക്കുന്ന മുതലാളി ഒരിക്കലും ശത്രുവല്ല, മിത്രം തന്നെയാണ്. പക്ഷെ അയാള് ശത്രു ഭാവത്തോടെ പെരുമാറിയ, അതായത് തൊഴിലാളികളെ ചൂഷണം ചെയ്യാൻ തുടങ്ങിയാൽ തീർച്ചയായിട്ടും അവിടെ നിയമം സഹായത്തിന് എത്തേണ്ടതാണ്, തൊഴിലാളിയുടെ സഹായത്തിന് എത്തേണ്ടതാണ്. പക്ഷെ അതിനു പകരം നോക്കുകൂലി ചോദിക്കുന്ന ആ ഒരു രീതി എന്ന് പറഞ്ഞാല് കാടൻ രീതി എന്നോ എന്ത് രീതി എന്നാ നമുക്ക് പറയേണ്ടത്? ഏതായാലും ആ രീതിയെ നമുക്ക് പുച്ഛിച്ചു തള്ളുകയേ രക്ഷയുള്ളൂ. അപ്പൊ ഇങ്ങനെ കോൺട്രവേഴ്സ്യലായിട്ട് കേരളത്തിന്റെ വ്യാവസായിക രംഗം നടക്കുന്നു. അങ്ങനെ നടക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ഓർത്തു പോകുന്നത്, എന്തുകൊണ്ടാണ് കേരളത്തെ വ്യാവസായികമായി പുഷ്ടിപ്പെടുത്താനായിട്ട് ക്രിയാത്മകമായ തരത്തിലുള്ള ഇടപെടൽ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാത്തത്? ക്രിയാത്മകമായ ഇടപെടൽ എന്ന് പറഞ്ഞാൽ തൊഴിലാളികളെ മനസ്സിലാക്കിക്കുക, നിങ്ങൾ നോക്കുകൂലി അല്ല ചോദിക്കേണ്ടത്, നിങ്ങൾ ആ സ്കില്ല് പഠിച്ചെടുക്കുക. ഇപ്പൊ ISROയിലെ എന്താണ് കണ്ടെയ്നറിൽ വരുന്ന ഉപകരണങ്ങൾ ഇറക്കാൻ നിങ്ങൾക്ക് കഴിവില്ലെങ്കിൽ നിങ്ങൾ അത് സ്വായത്തമാക്കണം, അതിനുള്ള ട്രെയിനിങ് അണ്ടർഗോ ചെയ്യണം. എന്നിട്ട് അടുത്ത തവണ മുതൽ നിങ്ങൾ അതുപോലെ ഓരോ സ്ഥലത്തും നോക്കുകൂലി എന്ന് പറഞ്ഞ പ്രാകൃത നയം നടപ്പാക്കുകയല്ല വേണ്ടത്. പിന്നെ തൊഴിലാളികളെ അവരുടെ ഈ സത്യത്തിന്റെ വശത്തേക്ക് കൊണ്ടുവരിക. അങ്ങനെ അവര് തൊഴിലാളിയുടെ ശത്രുവല്ല മുതലാളി മിത്രം തന്നെയാണ്. മുതലാളി മിത്രമല്ലാതെ പെരുമാറുന്ന പക്ഷം അയാളെ നിലയ്ക്ക് നിർത്താൻ ഇവിടെ ഗവൺമെന്റ് ഉണ്ട്, നിയമങ്ങളുണ്ട്, അതായത് കോടതികളുണ്ട് എന്ന് പറഞ്ഞ് അവരെ സമരസപ്പെടുത്തുകയാണ് വേണ്ടത്. അങ്ങനെ അവരെ സമരസപ്പെടുത്താൻ കഴിഞ്ഞാൽ മാത്രമേ കേരളത്തിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഒന്നായെന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഏട്ടിലെ പശു പുല്ല് തിന്നുകയില്ല. യഥാർത്ഥത്തിൽ പുഴയ്ക്കൽ സിറ്റിയിൽ എന്താ സംഭവിച്ചത് അത് തന്നെ കേരളത്തിൽ എല്ലായിടത്തും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇനിയും സംഭവിച്ചുകൊണ്ടിരിക്കും. അപ്പം അങ്ങനെ ഉണ്ടാകാതെ വ്യാവസായികമായി മുന്നോട്ട് പോകാൻ കഴിയണമെങ്കിൽ, ഇവിടെ തൊഴിലുകൾ സൃഷ്ടിക്കപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും ഇവിടുത്തെ വ്യാവസായിക അന്തരീക്ഷം ഇനിയും ഒരുപാട് മെച്ചപ്പെടാനുണ്ട്. ജനങ്ങളുടെ മുൻപിൽ മുഖം മിനുക്കി നിന്ന് വീണ്ടും ഭരണത്തിലെത്താൻ ശ്രമിക്കാതെ പറയുന്നത് എന്തോ അത് പ്രാവർത്തികമാക്കി വ്യാവസായികമായി മുന്നോട്ട് പോകുമെന്ന്, തൊഴിലുകൾ സൃഷ്ടിക്കുമെന്ന് ഒക്കെ വാക്കുകൊടുത്ത് ഭരണത്തിൽ വരുന്ന ഗവൺമെന്റ് അതൊക്കെ തന്നെ പാലിക്കാൻ ബാധ്യസ്ഥരാണ്. ഇത് ഇന്നല്ലെങ്കിൽ നാളെ പൊതുജനം തിരിച്ചറിയും, അവർ ഇതിനൊക്കെ പകരം ചോദിക്കുകയും ചെയ്യും.